ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കരയിലാണ്. പള്ളിക്കരയിൽ പറക്കോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഭംഗിയുള്ള ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കാണാൻ പോകുന്നത്. നമുക്ക് മെയിൻ റോഡിൽ നിന്നും വെറും 150 മീറ്റർ വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ബസ് റൂട്ടിലേക്ക് നമുക്ക് 150 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എത്താവുന്നതാണ്. വീടിന്റെ എലവേഷൻ നിങ്ങൾ കണ്ടതാണ്. ഒന്നുകൂടെ കാണുമ്പോഴേക്ക് ഞാൻ ഇവിടെ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം എങ്ങനെയാണെന്നുള്ളത് പറയാം. കാക്കനാട് ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് 8 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. വണ്ടർല അമ്യൂസ്മെന്റ് പാർക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ വളരെ അടുത്താണ്. 3 കിലോമീറ്റർ ഇവിടുന്ന് സഞ്ചരിച്ചാൽ നമുക്ക് വണ്ടർലയിലേക്ക് ഈസി ആയിട്ട് എത്താവുന്നതാണ്. ഇടപ്പള്ളി ഭാഗത്തേക്ക് ലുലു മോളിന്റെ ഭാഗത്തേക്ക് പോകണമെങ്കിൽ 14 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. കിഴക്കമ്പലത്തേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് എത്താം. വെറും 3 കിലോമീറ്റർ മാത്രമാണ് കിഴക്കമ്പലം ജംഗ്ഷനിലേക്കുള്ള ദൂരം വരുന്നത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നോക്കുവാണെങ്കിൽ 25 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് എത്താവുന്നതാണ്. നല്ലൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീട് പണിതീർത്തിരിക്കുന്നത്. വളരെ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള വളരെ കുറച്ച് ഫിനിഷിംഗ് വർക്കുകൾ മാത്രമാണ് നമുക്കിനി ഇവിടെ തീരാനായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, നല്ലൊരു വില്ല പ്രൊജക്ടിലാണ്. നമ്മുടെ ചുറ്റിനും വീടുകളൊക്കെ നിങ്ങൾക്ക് കാണാം. ചില വീടുകളിലൊക്കെ ആളുകൾ താമസമായതാണ്. ബാക്കിയുള്ള വീടുകളുടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇനിയും നമുക്കിവിടെ ഒരുപാട് വില്ലകൾ വരാനുണ്ട്. വില്ലകളെല്ലാം വന്നു കഴിയുമ്പോൾ നല്ല വലിയൊരു വില്ല പ്രൊജക്ടിനകത്ത് തന്നെയായിരിക്കും ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീടും സ്ഥിതി ചെയ്യുന്നത്. 4 സെന്റ് സ്ഥലത്ത് 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടി ചെയ്തിരിക്കുന്ന ഈ വീടിന് നിങ്ങൾ തമ്പനയിൽ കണ്ടു. അതിനകത്ത് കണ്ടതുപോലെ തന്നെ 55 ലക്ഷം രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസ് ആണ്. വീടിന്റെ എലവേഷൻ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് വൈറ്റ് കളറാണ് ബേസ് കോട്ട് ആയിട്ട് വരുന്നത്. ചെറിയൊരു ഗ്രീൻ കളറിലുള്ള ഒരു പ്രൊജക്ഷൻ ഭാഗങ്ങളിലൊക്കെ ബാൽക്കണിയുടെ ഭാഗത്തൊക്കെ ഗ്രീൻ കളർ പെയിന്റ് വരുന്നുണ്ട്. അത് കൂടാതെ യെല്ലോ കളറിലുള്ള ടെക്സ്ചർ വർക്കുകളും സിമന്റ് ഫിനിഷോട് കൂടിയ വർക്കുകളും ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. മതിലാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളറും ലൈറ്റ് ഗ്രീൻ ഷെയ്ഡുമാണ് വന്നിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് 2 ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന ഗേറ്റ് ആണ് നമുക്കുള്ളത്. ഈ ഒരു സൈഡ് ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന ഗേറ്റുമാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് കയറുമ്പോൾ വിശാലമായ മുറ്റമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മുറ്റം നിറയെ ഭംഗിയായിട്ട് സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് വീടിന്റെ ഫ്രണ്ടിൽ കിട്ടുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കയറി വീട്ടിലെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ആ ഭാഗത്തായിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഭംഗിയായിട്ടൊരു സ്പേസ് അവിടെ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് കെട്ടിയുണ്ടാക്കിയിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് ബാക്കിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നമുക്ക് നല്ല രീതിയിൽ സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. സെറ്റ് ബാക്ക് ഒക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലൂടെ പോയിട്ട് നമ്മൾ നേരെ വീടിന്റെ ബാക്ക് സൈഡ് കിച്ചന്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം നല്ല രീതിയിൽ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വർക്ക് ഏരിയയ്ക്ക് ആയിട്ടുള്ള ഫ്ലോർ ആണ് ഇവിടെ കെട്ടിയിരിക്കുന്നത്. അതിനടുത്തായിട്ട് തന്നെ നിങ്ങൾക്ക് വലിയ ആഴത്തിലുള്ള ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന ഒരു കിണർ കാണാം. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്താണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. നല്ല ആഴത്തിലുള്ള കിണറാണ്. ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് നേരെ വീടിന്റെ ഫ്രണ്ടിലേക്ക് എത്താം. ഇവിടെയും കടന്നു പോകാനുള്ള സ്പേസ് നന്നായിട്ട് ഇട്ടിട്ട് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. സിറ്റ് ഔട്ടിന്റെ ഫ്ലോർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വൈറ്റ് കളർ ടൈലും അതുപോലെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ്. 4 ചെയറുകൾ വരെ നമുക്ക് ഇവിടെ ഇടാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് സിറ്റ് ഔട്ടിന് നേരെ മുകളിൽ നോക്കിയാൽ കാണാം ചെറിയ രീതിയിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വീട് കംപ്ലീറ്റ് നിങ്ങൾ കണ്ടു കാണും. ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ നോക്കാം. 2 പാളിയായിട്ടാണ് വീടിനെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്.
ഇവിടെ മെയിൻ ആയിട്ട് മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് എല്ലാ മരങ്ങളും ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനിൽ ഒരു സ്റ്റീൽ ബീഡിംഗ് ഒക്കെ കൊടുത്തിട്ട് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന ഡോറാണ് കൊടുത്തിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്കാണ് ഡോറിന്റെ ദർശനം വരുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡോർ തുറന്ന് അകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മെയിൻ ഡോർ തുറന്ന് നേരെ ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഫ്ലോറിലെ ടൈൽ നമുക്ക് ആദ്യം നോക്കാം. വൈറ്റ് കളർ ടൈലാണ്, ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈപ്പ് ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ടി വി വെക്കാനുള്ള സ്പേസ് കാണാം. ബാക്ക് സൈഡിൽ ഭംഗിയായിട്ടുള്ള ഒരു വർക്കാണ് വോളിന് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിലാണ് ടി വി വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴെയൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന ഡ്രോസ് ആണ് ഡോറുകളൊക്കെ വെച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ റൂമിന്റെ ചുറ്റിലും വിൻഡോസ് കാണാം. UPVCയുടെ വിൻഡോസ് ആണ് എല്ലായിടത്തും തന്നെ ചെയ്തിരിക്കുന്നത്. രണ്ട് വിൻഡോസും തൊട്ട് കാണുന്ന ഈ ഒരു വോൾ രണ്ട് സിംഗിൾ വിൻഡോസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ അത്യാവശ്യത്തിനുള്ള വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മുടെ ഡൈനിങ്ങിലേക്ക് വരുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു ഹാഫ് പാർട്ടീഷൻ വരുന്നുണ്ട്. അവിടെയും നമുക്ക് പെർഗോള മോഡലുള്ള രണ്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ മുകളിൽ നോക്കിയാലും കാണാം ഈ എൻട്രൻസിന്റെ PVC പാനലിംഗ് കൊടുത്തിട്ട് ചെറിയ LED ബൾബുകളാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ലിവിംഗിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്കാണ് വരുന്നത്. വരുന്ന സമയത്ത് എൻട്രൻസിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാം. കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആയിട്ട് നല്ല ബ്ലാക്ക് കളർ GA ട്യൂബിലാണ് ഹാൻഡ് റെയിൽസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പുകളൊക്കെ വന്നിട്ട് വൈറ്റ് കളറിലുള്ള ടൈലുമാണ് വിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ആണ്. നമുക്ക് 8 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡൈനിങ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്താണ് ഡൈനിങ് സ്പേസിലുള്ള ആ ഒരു വിൻഡോസ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ വിൻഡോസും തന്നെ UPVCയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുകൾ ഭാഗം വന്നിട്ട് ഒരു സൈഡ് ഒരു പോർഷൻ വന്നിട്ട് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി നമുക്ക് കവർ ചെയ്തിരിക്കുന്ന റൂഫിന്റെ ഭാഗങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ചെറിയ രീതിയിലുള്ള ഡിസൈനുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ അവിടെ വരുന്നുണ്ട്. വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതിന്റെ മുകളിൽ നല്ല രീതിയിലുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും വരുന്നുണ്ട്. ബാക്ക് സൈഡിലായിട്ട് വലിയ മിറർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഷ് ബേസിൽ ഇരിക്കുന്നത് തന്നെ ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ് പീസിലാണ്. താഴെയൊക്കെ ആണെങ്കിലും കബോർഡുകളായിട്ടൊക്കെയാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ സ്വിച്ചസ്, കേബിള്, വയറിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ GM-ലും പോളിക്യാബിലും V-ഗാർഡിലും ഒക്കെ ആയിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയ കമ്പനിയുടെ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ നമ്മൾ ഓപ്പൺ കിച്ചണിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് ഇവിടെ ആയിട്ട് നമുക്കൊരു ബെഡ്റൂം കാണാനുണ്ട്. അത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. ബെഡ്റൂമിന്റെ ഡോർ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല വലിയൊരു ബെഡ്റൂം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് രണ്ട് വിൻഡോസും ഇവിടെ നമുക്കൊരു വിൻഡോയും കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ ബോർഡർ ലൈനിൽ മാത്രം ചെറിയൊരു പ്രൊജക്ഷൻ വന്നിട്ട് വളരെ കുറച്ച് മാത്രം ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് സിമ്പിൾ ആയിട്ടുള്ള റൂഫ് ഇപ്പോൾ വേണമെന്നുള്ളത്. അതുപോലത്തെ റൂഫ് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ ഉള്ള ഒരു ഡോർ ആണ് വരുന്നത്. ബാത്റൂം കുറച്ച് താഴേക്ക് ഇറങ്ങിയ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്തെ ടൈലുകൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് വോളിൽ കൊടുത്തിരിക്കുന്നത്. താഴെ വന്നിട്ട് ഗ്രിപ്പോട് കൂടിയ ടൈലുമാണ്. ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനിയുടെ ഫിറ്റിംഗ്സ് ഒക്കെ തന്നെയാണ് എല്ലായിടത്തും തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. താഴത്തുള്ള ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഇത് നമുക്ക് കിച്ചൺ ആണ് കാണേണ്ടത്. ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത്. എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ടോപ്പ് പോർഷനിൽ വരുന്ന സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. രണ്ട് ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഒരു 4 പേർക്ക് വരെ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ആണ് നമുക്ക് കിച്ചണിനകത്ത് കിട്ടുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിൽ നല്ലൊരു ഐവറി ഷെയ്ഡിലെ ഗ്ലോസി ആയിട്ടുള്ള ടൈപ്പിൽ ലാമിനേഷനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ കളറും ചെറിയൊരു വൈറ്റ് മിഡിൽ പോർഷനിൽ ബോർഡർ വരുന്ന ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷൻ നിങ്ങൾക്ക് കാണാം. അതുകൂടാതെ നമുക്ക് ഇവിടേക്കുള്ള വിൻഡോസ് 2 സ്ലൈഡിംഗ് വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് ഒക്കെ വന്നിട്ട് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ പുറത്തേക്കാണ്. നമ്മൾ അവിടെ കണ്ടതാണ് വർക്ക് ഏരിയക്കായിട്ടുള്ള സ്പേസ് കെട്ടിയിട്ടിട്ടുണ്ട്. വേറെ നമുക്കൊന്നും പുറത്ത് കാണാനില്ലാത്തതുകൊണ്ട് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അവിടെയാണ് നമുക്ക് ഇൻവെർട്ടർ വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. 2 ഡോറുകളൊക്കെ വെച്ചിട്ടാണ് തിരിച്ചിരിക്കുന്നത്.
അതുകൂടാതെ നമ്മൾ സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗത്ത് ഇവിടെ നമുക്ക് 2 സിംഗിൾ വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ കയറി പോകുന്ന വഴികളിലെല്ലാം തന്നെ ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെയും നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ പോസിബിൾ ആക്കിയിട്ടാണ് വിൻഡോസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് പെയിന്റിന്റെ ബക്കറ്റ്സും ഡ്രംസ് ഒക്കെ ഇരിക്കുന്നത് കാണാം. ഫിനിഷിംഗ് വർക്കുകൾ മാത്രം, ജസ്റ്റ് ഒരു ടച്ചപ്പ് വർക്കുകൾ മാത്രമാണ് ഈ വീട്ടിൽ നമുക്ക് കഴിയാനുള്ളത്. അതുകൊണ്ടാണ് സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്കിനി മുകളിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് എത്തിയിരിക്കുന്നത്. എത്തുമ്പോൾ തന്നെ ഈ ഭാഗത്തായിട്ട് നമുക്ക് 2 സ്ലൈഡിംഗ് വിൻഡോസും കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റെയർ കയറി നേരെ വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ടുള്ള ഡോർ ഉണ്ട്. അത് തുറന്നാൽ നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. അത്യാവശ്യത്തിന് വലിപ്പമുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതും കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളർ ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള വേസ്റ്റ് വാട്ടർ ലൈനും പൈപ്പ് ലൈനും എല്ലാം ഇവിടെ തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഡോർ കഴിഞ്ഞ് യൂട്ടിലിറ്റി സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വരുമ്പോൾ ഇവിടെ നമുക്കൊരു നീളത്തിലൊരു എൽ ഷേപ്പിലുള്ള ഒരു ഹാളാണ് കിട്ടുന്നത്. ഈ ഒരു ഹാളിന്റെ ഇവിടെ വരെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഹാൻഡ് റൈൽസ് കണ്ടിന്യൂ ചെയ്ത് വന്ന് നിൽക്കുകയാണ്. നമ്മൾ താഴെ ഇവിടെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. ഞാൻ നിൽക്കുന്ന സ്പേസിൽ നിൽക്കുമ്പോൾ എന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് ബാക്കിയുള്ള രണ്ടാമത്തെയും മൂന്നാമത്തെയും ബെഡ്റൂമുകൾ വരുന്നത്. നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം തന്നെ കാണാം. ഡോറുകളുടെ എല്ലാം പാറ്റേൺ വന്നിട്ട് സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് വളരെ വലിയൊരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിന്റെ അളവ് നോക്കുവാണെങ്കിൽ 14-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലായിട്ട് ഒരു വിൻഡോയും ഈ ഭാഗങ്ങളിൽ 2 സിംഗിൾ വിൻഡോസുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫ് ഒക്കെ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് ഇവിടുത്തെ എല്ലാ ഡോറുകൾക്കും തന്നെ കൊടുത്തിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ബാത്റൂമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. വോളിലുള്ള ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ കളറിൽ തന്നെ നല്ല ഗ്ലോസി ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ട് ലെങ്ത് ആയിട്ടുള്ളൊരു ബാത്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്തുകൊണ്ടാണ് ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം വരുന്നത്. നമുക്കിനി മൂന്നാമത്തെ ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വലുപ്പത്തിന്റെ കാര്യത്തിൽ 3 ബെഡ്റൂമുകൾ നല്ല സൈസിൽ തന്നെയാണ്. 12-10 ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ചുറ്റിനും നോക്കുമ്പോൾ കാണാം വിൻഡോസ് ഒക്കെ നമുക്ക് ആവശ്യത്തിന് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെയും റൂഫ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമിന്റെ ഡോർ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനിലൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടൈലുകളെല്ലാം എല്ലായിടത്തും കോമൺ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഗ്രേ കളർ ഗ്ലോസി ടൈപ്പ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമുകളെല്ലാം തന്നെ നല്ല രീതിയിൽ സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 3 ബെഡ്റൂമുകളും കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു വീണ്ടും ഇവിടുത്തെ ഈ ഒരു ഹാളിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പാസേജ് ഒക്കെ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു പാസേജ് എൻഡ് ചെയ്യുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. ഡോർ തുറന്ന് നമ്മൾ നേരെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. ബാൽക്കണിയുടെ ചുറ്റിനുമുള്ള പെയിന്റ് നിങ്ങൾ നോക്കിക്കോളൂ. നമ്മൾ താഴെ നിന്നപ്പോൾ നമ്മളുടെ വീടിന്റെ ആ ഒരു ഭംഗി എടുത്തു കാണിക്കുന്ന ഒരു പെയിന്റിംഗ് ഇതായിരുന്നു. ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള പെയിന്റിംഗ് നിങ്ങൾ കണ്ടു. റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ കാണാം വൈറ്റ് കളറിലുള്ള ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ചെറിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് നമുക്കൊരു 4-5 ചെയറൊക്കെ ഇടാവുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് കിട്ടുന്നത്. ഇതിന്റെ ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കിയാൽ കാണാം സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ അത് കവർ ചെയ്തിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പുറത്തേക്ക് കുറച്ച് സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഭംഗിയുള്ള നമുക്ക് ആ ചെടിച്ചട്ടികളൊക്കെ വെക്കാനായിട്ട് ഇവിടെ നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഓപ്പോസിറ്റ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വില്ലകളുടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ഇവിടെ ലാൻഡുകളെല്ലാം പ്ലോട്ട് ചെയ്ത് ചുറ്റിരിക്കുകയാണ്. ഒരുപാട് വീടുകൾ വരാനുണ്ട്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് മെയിൻ റോഡിന് വളരെ അടുത്താണ്. 150 മീറ്റർ വാക്കബിൾ ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു വീട്ടിലേക്ക് എത്താവുന്നതാണ്. ഈ വീടിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ എറണാകുളം ജില്ലയിലെ പള്ളിക്കരയിലെ പറക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ സ്ഥലങ്ങളിലേക്കും ഈസി ആയിട്ട് എത്താം. ഇൻഫോ പാർക്ക് നോക്കുവാണെങ്കിൽ 8 കിലോമീറ്റർ, ഇടപ്പള്ളി 14 കിലോമീറ്റർ, അങ്ങനെ നമുക്ക് വേണ്ട സ്ഥലങ്ങളിലേക്കൊക്കെ ഈസി ആയിട്ട് എത്താവുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ചെറിയൊരു വീടാണ്, നമ്മുടെ ബഡ്ജറ്റിൽ നമുക്ക് ഒതുങ്ങുന്ന ഒരു വീട് കൂടിയാണ്. മാത്രമല്ല എല്ലാ സാധനങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് വളരെ ക്വാളിറ്റിയുള്ള സാധനങ്ങളും മെറ്റീരിയൽസും ഒക്കെ ഇട്ടിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്.
മെയിൻ റോഡിൽ നിന്നും ബസ് റോഡിൽ നിന്നൊക്കെ വെറും 150 മീറ്റർ വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്ക് ഈ ഒരു വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീട് ലോൺ വ്യവസ്ഥയിൽ സ്വന്തമാക്കാനായിട്ട് മാർബിൾ ഹോംസ് സഹായിക്കുന്നതാണ്. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ നിങ്ങൾക്ക് ഞങ്ങൾ എടുത്തു തരുന്നതായിരിക്കും. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4 സെന്റ് സ്ഥലത്ത് 1450 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയയുടെ കൂടാതെയാണ് 1450 സ്ക്വയർ ഫീറ്റ് ഉള്ളത്. വർക്ക് ഏരിയ കൂടെ വരുമ്പോൾ നമുക്ക് ഇതിലും കൂടുതലായിരിക്കും വീടിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 3 ബെഡ്റൂമുകളായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4 സെന്റ് ലാൻഡിൽ 1450 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ വീടിന്റെ ഫ്രണ്ടിൽ നമുക്ക് 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. നല്ല ആഴത്തിലുള്ള നല്ല വെള്ളം കിട്ടുന്ന ഒരു ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് എന്ന് പറയുന്നത് നല്ലൊരു വലിയ വെല്ല് തന്നെയാണ്. കിണർ കൂടാതെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്കറിയാം, എല്ലാ സ്ഥലത്തും നമുക്ക് KWയുടെ വാട്ടർ ഇപ്പോൾ കണക്ഷൻ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഭംഗിയുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 55 ലക്ഷം രൂപയാണ്. 55 ലാക്സ് എന്നുള്ളതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓണറുമായിട്ട് നേരിട്ടിരുന്ന് സംസാരിച്ച് നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്ത് നല്ലൊരു റേറ്റിൽ സ്വന്തമാക്കാവുന്നതാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. വീട് കാണാനും മറ്റുള്ള ആവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നേരത്തെ തന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഞങ്ങളുമായിട്ട് ഫിക്സ് ചെയ്യുക. മാർബിൾ ഹോംസിന്റെ കൂടെ വീടുകൾ കാണാനായിട്ട് നല്ലൊരു കംഫർട്ടായ യാത്രയായിരിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നത്. വീട് ഇഷ്ടപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.